അപ്പൊ ഇതിന്റെ മുന്നുള്ള പ്രോ വേർഷനിൽ ഒന്നും കിട്ടാത്ത ഒരു ഫീച്ചർ ഇതിൽ ഇത്തവണ നമ്മളെ പ്രോ വേരിയന്റിൽ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, കാഴ്ചയിൽ ഒരേപോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് രണ്ടും രണ്ട് ഫോണുകളാണ്. ഏതൊക്കെയാണല്ലേ? ഇത് 16ഉം ഇത് 17 പ്രോയും. ഈ ഒരു പ്രോ വേരിയന്റ് നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്താ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യും. എനിക്കിതിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഈ യൂണിബോഡി ഡിസൈനും അതേപോലെ തന്നെ ബാറ്ററി ലൈഫ്, പിന്നെ അതേപോലെ ഈ കൊടുത്തേക്കുന്ന അലൂമിനിയം ഫ്രെയിം ആണെങ്കിൽ കൂടി നമുക്കൊരു യുണീക്നെസ് ഈ ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് 17 പ്രോയിലും 17 പ്രോ മാക്സിലും മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളൂ. അപ്പൊ കാണുമ്പോൾ ഏകദേശം ഒരേപോലെ തോന്നുമെങ്കിലും ചെറിയൊരു സൈസിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ 16 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 6.1 ഇഞ്ചാണ് 16 വരുന്നത്. ഇത് 6.3 ഇഞ്ചോ 2 ഇഞ്ചോ മറ്റേ അതിന്റെ സൈസ്, ഇഫ് ഐ എം നോട്ട് റോങ്. റയർ എൻഡിൽ ക്യാമറ വരുന്നത് 48 മെഗാ പിക്സലും ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വരുന്നത് 24 മെഗാ പിക്സലും ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ സ്ഥലത്തും നല്ല രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സിനിമാറ്റിക് ഷോട്ട്സ് റയർ ക്യാമറയിൽ എടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോട്ടോസും എടുക്കാൻ പറ്റും. 8x വരെ നമുക്ക് സൂം വരുന്നുണ്ട്. അതുപോലെ സിനിമാറ്റിക്കിലാണ് 3x വരെ നമുക്ക് വീഡിയോസ് കറക്റ്റ് കാലിബ്രേറ്റ് ആയിട്ട് നല്ല രീതിക്ക് സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ AM19 ബയോണിക് ചിപ്പാണ് വരുന്നത്. അവർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ബാറ്ററി ലൈഫിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ച വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 വാട്ട് വരെ ഇതിൽ ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ നമുക്ക് ഇതിൽ കാണുന്ന പോലെ ബെസൽസ് ഭയങ്കര രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഇപ്പൊ 16 കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈഡ് ബൈ സൈഡ് വെക്കുമ്പോൾ കാണുമെന്ന് അറിയില്ല. ഇങ്ങനെ വെക്കുമ്പോൾ കാണുമ്പോൾ ഈ ബെസൽസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് 70ലേക്ക് വരുന്ന സമയത്ത് ഈ ബെസൽസ് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഡൈനാമിക് ഐലാൻഡ് ആയാലും ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ ഒരു സ്ക്വയർ ടൈപ്പ് ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ള ക്യാമറ. ഇതൊക്കെ അധികം വിസിബിൾ ആയിരിക്കുമോ അറിയില്ല. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് ഫ്ലാഷ് ഒക്കെ അടിച്ച് നോക്കിയാൽ കംപ്ലീറ്റ് കാണാൻ പറ്റും. ഇതിന്റെ ഡിസ്പ്ലേ ആണ് പ്രൊമോഷൻ ക്യാമറയാണ് വരുന്നത്, ലൈക്ക് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ലൈക്ക് അഡ്വാൻറ്റേജ് ഡിസ്പ്ലേന്റെ സ്ഥലത്തും നിങ്ങൾക്ക് ഫേസ് ചെയ്യാം. ഫീച്ചേഴ്സ് ഒക്കെ ഇതിന്റെ അകത്ത് കംപ്ലീറ്റ്ലി വന്നിട്ടെന്ന് ഞാൻ പറയില്ല. കാരണം അത്രയും നമ്മൾ ഏതായാലും ഇപ്പൊ ജെമിനി ഈ ഒരു മോഡൽ വെച്ചിട്ടാണ് 2026 തൊട്ടിട്ട് നമ്മൾ ആപ്പിൾ ഇന്റലിജൻസ് യൂസ് ചെയ്യാൻ പോകും. പിന്നെ ഇത്രയും പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് മീൻസ് അത്യാവശ്യം നല്ലൊരു പവർഫുൾ ചിപ്പ് സെറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ എന്തായാലും ഹീറ്റിംഗ് വരും. അപ്പൊ ഇതിന്റെ മുന്നുള്ള പ്രോ വേർഷനിൽ ഒന്നും കിട്ടാത്ത ഒരു ഫീച്ചർ ഇതിൽ ഇത്തവണ നമ്മളെ പ്രോ വേരിയന്റിൽ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൂളിംഗ് ചേംബർ ആണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം ഹീറ്റ് ഒക്കെ അത് ഡിസിപ്പേറ്റ് ആയി പോകും. പക്ഷെ ഭയങ്കര പ്രോ ലെവലിൽ മീൻസ് നമ്മളെ വേറെ ആൻഡ്രോയിഡ് ഫോണുകൾ ഭയങ്കര പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള IQ അതേപോലെ സ്നാപ്ഡ്രാഗൺ 8 Gen 5 ഒക്കെ വെച്ചുള്ള പല ഡിവൈസസും, വിവോന്റെ പല പെർഫോമൻസ് ഓറിയന്റഡ് ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ട്. IQൻ്റെതുണ്ട്, അതേപോലെ പല ആൻഡ്രോയിഡ് ഫോണുകളും ഉണ്ട്. അപ്പൊ അതിലുള്ള അത്ര പ്രോ ലെവലിൽ ഇതിൽ ഹീറ്റ് ഡിസിപ്പേഷൻ അല്ലെങ്കിൽ ഹീറ്റ് വേപ്പർ ചേംബർ കൊടുത്തിട്ടുള്ള അത്ര എഫക്റ്റീവ് ആണോ എന്നുള്ള കറക്റ്റ് അറിയില്ല. ലോങ് ടേം യൂസ് ചെയ്ത് നോക്കിയാലേ അറിയില്ല. അപ്പൊ നിങ്ങളൊരു iPhone 17 പ്രോ അല്ലെങ്കിൽ പ്രോ മാക്സ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അതേപോലത്തെ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു ഞാൻ ചെയ്യുന്നുണ്ടാവും. സോ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. സ്റ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ.